ജുമാ ദിവസം മരണപ്പെട്ടാൽ ഖബറിൽ ചോദ്യമില്ലേ? ആർക്ക്? നല്ല ചോദ്യമാണ്. ജുമാ ദിവസം മരണപ്പെട്ടാൽ അവർക്ക് ശിക്ഷ അല്ലെങ്കിൽ ഫിത്ന ഇല്ലാതെയാകുമെന്ന് ഹദീസുണ്ട്. ആ ഫിത്ന ഇല്ലാതെയാകുമെന്നതായ ഹദീസ് കൊണ്ട് വിവക്ഷ മരിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിത്ന ഉണ്ടാവലെവിടെയാണ്? ഖബറിലാണ്. അപ്പോൾ ഖബറിൽ ചോദ്യോത്തരം അദ്ദേഹത്തിന് വേണ്ടി വരികയില്ല. അതുകൊണ്ട് വിവക്ഷ എന്ന് പറഞ്ഞവർ നമ്മുടെ പണ്ഡിതന്മാരിലുണ്ട്. അതുകൊണ്ട് അതിനുള്ള നിബന്ധന വെള്ളിയാഴ്ച മരിച്ചാളെന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച മരിക്കുന്ന ആൾ ആരായി മരിക്കണം? മുസ്ലിമായി മരിക്കണം. ആരായി മരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കണം. ആരായി മരിക്കണം? അള്ളാഹിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ചയില്ല, അള്ളാഹ് എന്ന ഒജ്ജത്തിന്റെ തത്വം സ്ഥാപിച്ച ആളായിരിക്കണം. അല്ലാതെ വല്ല അള്ളാഹു അല്ലാത്തവരെയും അള്ളാഹിനെയും എല്ലാരെയും ഒന്നിച്ചിങ്ങനെ ഹോൾസലായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചാലോ മൂപ്പർക്ക് നരകത്തിൽ പോകേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഖബറും നരകമായിരിക്കും, അദ്ദേഹത്തിന്റെ മരണവും നരകമായിരിക്കും. അദ്ദേഹത്തിന് രക്ഷയില്ലേ? ഇല്ല. അള്ളാഹ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. കാരണം മനുഷ്യന് രക്ഷപ്പെടാനുള്ള മാർഗം ഏക മാർഗമാണ് അള്ളാഹ് പറഞ്ഞു തന്നത്. അതേതാണ്? അള്ളാഹിന്റെ മാർഗം. അതേതാണ്? റസൂലുള്ളാഹി വരച്ചത്. അതേതാണ്? അത് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന റൂട്ട്. ആ റൂട്ടിലല്ലാതെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ചോദിച്ചതിന് മറുപടിയാണ് കേട്ടോ. ചോദ്യത്തിൽ അങ്ങനെയാണ്. ആർക്കെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ ആർക്കെന്ന് പറഞ്ഞാൽ ഈ മരിക്കുന്നവര് മുനാഫിഖീങ്ങളുടെ തലവൻ എവിടെയാണ് മരിച്ചത്? മദീനത്ത് അല്ലെ? മൂപ്പർക്ക് നിസ്കരിച്ചതാരാണ്? റസൂലാണ്. എന്നിട്ട് മൂപ്പരെ ഖബറടക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ, ആരുടെ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകന്റെ പേര് അബ്ദുല്ലാഹ് തന്നെയാണ്. ഇയാള് മുസ്ലിം, അയാൾ കാഫിർ. അതാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? കടലും കടലാലയുമായുള്ള വ്യത്യാസം കൊണ്ട് നടത്താം. വാപ്പയാകുന്നതായ വിശ്വാസിയെ ഖബറടക്കിയപ്പോൾ റസൂലുള്ളാഹിന്റെ പുതപ്പ് കൊടുത്തു എന്നാണ്. അപ്പോൾ സഹാബാക്കൾ ചർച്ച നടത്തി. റസൂലുള്ളാഹിന്റെ പുതപ്പ് അദ്ദേഹത്തിന് രക്ഷ നൽകുമോ? റസൂലുള്ളാഹിന്റെ മറുപടി കിട്ടിയില്ല, രക്ഷ നൽകൂല. ഞാൻ പുതപ്പ് കൊടുക്കാൻ കാരണം എന്റെ എളാപ്പാക്ക് ഒരു ദിവസത്തിൽ ഒരു പുതപ്പിന്റെ ആവശ്യം വന്നപ്പോൾ മൂപ്പര് പുതപ്പ് കൊടുത്തിരുന്നു, അത് ഞാൻ കടം വീട്ടിയതാണെന്ന് പറയപ്പെട്ടു പോലും, ഹദീസ് ശരിയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ മദീനത്തിൽ മരിച്ചാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് നാം പഠിച്ചില്ലേ അല്ലെ? മദീനത്തിൽ മരിച്ചാൽ എന്ത് കിട്ടും? റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും. അതെ. പക്ഷേ മദീനത്തിൽ തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരിച്ചത്, മുനാഫിഖുകൾ മരിച്ചത്, എത്രയോ കാഫിറുകൾ മരിച്ചത്. അവർക്കൊക്കെ ശഫാഅത്ത് കിട്ടുമെന്നാണോ? അല്ല. പിന്നെയോ? ഈമാനോടുകൂടി മരിക്കണം. അപ്പോൾ ഖബറിൽ എവിടെയാണെങ്കിലും ഈമാനോടുകൂടിയാണെങ്കിലോ എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷ. അപ്പോൾ ഈ മരിക്കുന്ന മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസത്തിലാണ്, രാത്രിയിലാണ്, പകലിലാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ലഭിക്കും? അദ്ദേഹത്തിന് ലഘൂകരണം ലഭിക്കും. ആ ശിക്ഷ എന്ന് പറയുന്നത് അത് ഖബർ ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണം.